വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇത് സംബന്ധിച്ച് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നീക്കണമെന്നുള്ള ഹർജിയിൽ വിശദമായി പറഞ്ഞത്. ഷമി, ദില്ലി ഹൈക്കോടതിയിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അരവിന്ദ് കെജ്രിവാളിനെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുർജിത് യാദവ് നൽകിയ ഹർജിയെ പരിഗണിച്ചത്. പക്ഷേ ആ ഹർജി ഇന്ന് ദില്ലി ഹൈക്കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നതാണ്. കാരണം ഒരിക്കലും ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ അതിന് ഉത്തരവിടാൻ ഒരു കോടതിക്ക് കഴിയില്ല. ഇത് എക്സിക്യൂട്ടീവ് പവറാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വിഷയം പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം രാഷ്ട്രപതി അടക്കമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല ഇക്കാര്യമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സുർജിത് യാദവ് നൽകിയ ഹർജി ഇന്ന് ദില്ലി ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. അതോടൊപ്പമാണ് നിലവിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ച അരവിന്ദ് കെജ്രിവാളിനെ റോസവന്യൂ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കോടതി ഇപ്പോൾ കേസ് കേൾക്കാൻ ആരംഭിക്കുന്നുണ്ട്. കോടതി മുറിക്കകത്തേക്ക് ജഡ്ജി എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം തന്നെ കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത ഇന്ന് കോടതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആം ആദ്മിയുടെ 3 മന്ത്രിമാർ, അതിഷി, സൗരവ് ഭരദ്വാജ് ഉൾപ്പെടെ 3 മന്ത്രിമാരും ഇന്ന് കോടതി മുറിയിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. കെജ്രിവാളിനെ 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന ആവശ്യമാണ് എൻഫോഴ്സ്മെൻറ്റ് ഇന്ന് കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. അതിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് കോടതിയെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ശക്തമായി എതിർക്കുകയും കെജ്രിവാളിനെ അടിയന്തരമായി പുറത്തുവിടണം എന്ന ആവശ്യമാണ് കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുക. ഷമി.